ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നമ്മുടെ കർത്താവിൻ്റെ പാദപീഠങ്ങളിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 42 മുതൽ 44 വരെയുള്ളതായ വേദഭാഗം നമുക്ക് വായിക്കാം. Let's read from Matthew chapter 24 verse 42 onwards. Therefore keep watch, because you do not know on what day your Lord will come. But understand this: if the owner of their house was known at the time of the night the thief was coming, he would have kept watch and would not have let his house be broken into. So you must also be ready, because the Son of Man will come at any hour when you do not expect him. ഇന്ന് പകൽവേളയിൽ അല്പസമയം ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. So this morning I desire to speak to you about his coming. Behold, he comes, leaving ready for the coming of our Lord Jesus. ഇതാ കർത്താവ് വരുന്നു. യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങി ജീവിക്കുക എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്. The topic this morning is the second coming of Jesus. The topic titled, Behold, he comes, living ready for the second coming of Jesus. നമ്മൾ ഈ ദിവസങ്ങളിൽ അധികമായിട്ടൊന്നും കേൾക്കാത്തതായ ഒരു വിഷയമാണ് കർത്താവിൻ്റെ വരവ്, അല്ലെങ്കിൽ കർത്താവിൻ്റെതായ രണ്ടാം വരവ്, അല്ലെങ്കിൽ റാപ്ചർ, അല്ലെങ്കിൽ ഉൽപ്രാവണം എന്നുള്ളതായ വിഷയങ്ങളൊക്കെയും അധികമായിട്ട് നമ്മൾ അധികം കേൾക്കാറുള്ളതായി ഇല്ലാത്തതായ ഒരു വിഷയമാണ്. We do not often listen to this topic about Jesus' second coming, about the rapture. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും പ്രത്യാശ അതാണ്. കർത്താവ് ഇന്ന് പ്രിയ ജോയിച്ചാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലൂയ, നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുവെങ്കിൽ ഇവിടെ ഉള്ളതായ ഒരൊറ്റ വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ, കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. So this is our desire, that if Jesus was to come right now, and as Joichan said, that none of us would be lost, but everyone would be taken up with him. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ആയിരുന്നതായ വേളയിൽ ഹല്ലേലൂയ അവരെ ഒരു പ്രത്യേക നിലയിൽ ഹല്ലേലൂയ അവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് കർത്താവ് നൽകുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ വായിക്കുവാനിടയായത്. When Jesus was on earth, he gave a forewarning to his disciples, and that's what we read here. ആമേൻ. അതായത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ആമേൻ. ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലോകം ഈ വിഷയത്തെക്കുറിച്ച് പലപ്പോഴും ഹല്ലേലൂയ നിശബ്ദത പാലിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതായ നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്, എനിക്കും നിങ്ങൾക്കും ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ ഈ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മുടെ കർത്താവ് ആകാശമേഘങ്ങളെ വാഹനമാക്കി കടന്നു വരുമെന്നുള്ളതാണ്. While the world maintains a stoic silence about his coming, we have this hope that Jesus will come riding on the clouds. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് പൽക്കാലം ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, എന്നാൽ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും എന്നോട് നിങ്ങളോട് തന്നെ ചോദിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ചോദ്യം, ഇന്ന് കർത്താവിൻ്റെ വരവ് ഈ സമയത്ത് ഇവിടെ നടക്കുന്നുവെങ്കിൽ നാം എല്ലാവരും അവനോടൊപ്പം എടുക്കപ്പെടുവാൻ തക്കവണ്ണം സന്നദ്ധരാണ് അല്ല, ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പോരായ്മ എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് അറിയേണ്ടത്, ശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. Here is this question you and I need to ask ourselves and find and examine this. If Jesus were to come right now, would we be found wanting? ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വെറും അതായത് സൗമ്യമായിട്ട് ഒരു ഓർമ്മപ്പെടുത്തലല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ കർത്താവ് ശരിക്കും ഒരു വാണിംഗ്, ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇവിടെ പറയുന്നത്.
what Jesus does here is not a humble request, but it is a forewarning. ആമേൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവ്, പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ചിലരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഹല്ലേലൂയ ദേവാലയം പണിയാൻ പോകുന്നു, യെരുശലേമിൽ ദേവാലയം പണിയാൻ പോകുന്നു എന്നുള്ളതായ ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ ന്യൂസിലൂടെ വീഡിയോയിലൂടെ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. If you are monitoring social media, you will find this, that there is a plan to rebuild the temple at Israel. ആമേൻ. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ദേവാലയം ഹല്ലേലൂയ പണിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൻ്റെതായ ക്ലോക്ക് അനുസരിച്ച്, ഘടികാരമനുസരിച്ച് അവൻ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് വിളിച്ചറിയിക്കുന്നതായ ഒരു മുന്നറിയിപ്പാണ്. Now this rebuilding is an announcement about the fulfillment written in the Bible. ആമേൻ. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരുമായിട്ട് അവിടെ നിൽക്കുമ്പോൾ, ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ, ദേവാലയത്തിൻ്റെതായ പണി കാണിക്കുവാൻ തക്കവണ്ണം ശിഷ്യന്മാരും അവർ ഒന്നിച്ച് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് ദേവാലയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. And we see when Jesus was walking with the disciples, he talks about this temple. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞതായ ഒരു കാര്യമുണ്ട്, കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ വണ്ണം ഈ ദേവാലയം നശിച്ചു പോകും, ഇല്ലാതായി പോകുമെന്ന് അവരെ അറിയിക്കുകയുണ്ടായി. He tells them that a stone will not remain on another, but this temple will be broken down. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാൽ ഇന്ന് നാം ഈ ലോകത്തിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇന്നത്തെ ദേവാലയം എന്ന് പറയപ്പെടുന്നത് സഭയാം ദേവാലയമാണ്. But when we come to the 21st century, the temple that is referred to is the church. എന്നാൽ വേദപുസ്തകത്തിൻ്റെതായ പഠനമനുസരിച്ച്, തിയോളജിക്കലായിട്ടുള്ളതായ സ്റ്റഡി അനുസരിച്ച്, രണ്ട് ദേവാലയങ്ങൾ ഒരുപോലെ ഈ ലോകത്തിലായിരിക്കാൻ തക്കവണ്ണം നിർവാഹമില്ല. So when we study the Bible, there is no provision for two churches to coexist. എന്ന് പറഞ്ഞാൽ സഭയായിരിക്കുന്നതായ ദേവാലയവും അതുപോലെ ലിറ്ററൽ ആയിരിക്കുന്നതായ ദേവാലയം ഒരുപോലെ ഒരേ സമയത്ത് നിലനിൽക്കുവാൻ പാടില്ല എന്നുള്ളത്, കഴിയുകയില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യം. The word teaches us that the literal building and the church, that they cannot coexist. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? Do you understand the direction that I'm taking here? നമ്മൾ സഭയായിരിക്കുന്നതായ ദേവാലയത്തിലെ ജീവനുള്ള കല്ലുകളാണ്. എന്നിലും നിങ്ങളിലും കർത്താവ് വസിക്കുന്നുണ്ട്. We are the living temple and God lives in each one of us. എന്നാൽ ഹല്ലേലൂയ ലിറ്ററൽ ആയിട്ടുള്ളതായ ദേവാലയം പണിയുന്നതിന് മുമ്പ് ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ സഭയായിരിക്കുന്നതായ ദേവാലയം ഇവിടെ നിന്ന് എടുക്കപ്പെടും. Before the building, God, the church, will be taken up with him. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹല്ലേലൂയ, നാം ലോകത്തിൻ്റെതായ ഗതികളെ നമ്മൾ നോക്കുമ്പോൾ, ഈവൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ ഇനി അധികം സമയമില്ല എന്നുള്ളതായ ഹല്ലേലൂയ വളരെ കൃത്യമായ ഒരു ക്ലോക്കാണ്, ഒരു ഇൻഡിക്കേഷൻ ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. The events that happen around the world indicates clearly that the time is up. ആമേൻ. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം ദൈവവചനം ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ടല്ല, ഞാനും നിങ്ങളും ഒരുപോലെ ദൈവസന്നിധിയിൽ ഒരുങ്ങേണ്ടതിന് മാത്രമാണ്. So this morning as we meditate, it is not to strike fear in your hearts, but is for you to be prepared. ആമേൻ. ഒന്നാമത്തേതായ പോയിന്റ് ആയിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ആമേൻ, the world is ripening for Christ's return. ക്രിസ്തുവിന്റെ മടങ്ങി വരവിനായി ലോകം പാകമായി കൊണ്ടിരിക്കുകയാണ്. The first point is that the world is ripening for Christ's return. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആമേൻ, അതായത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വേദഭാഗം ഒന്ന് വായിക്കാമോ? Matthew chapter 24 verse 6 onwards. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ.
അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. മതി. അതുപോലെ 2 തീമോഥെയോസ് 3:1 മുതലുള്ളതായ വേദഭാഗവും. In 2 Timothy chapter 3 verse 1 onwards. താങ്ക് യു. അതൊന്ന് വായിച്ചാണ്. 3:1. But Yeah. mark this, there will be terrible times in the last days. People will be lovers of themselves, lovers of money, boastful, proud, abusive, disobedient to the parents, ungrateful, unholy, without love, unforgiving, slanderous, without self-control, brutal, not lovers of the good, treacherous, rash, conceited, lovers of pleasure rather than lovers of God, having a form of godliness but denying its power, having nothing to do with them. ആമേൻ. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെതായ സംഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആമേൻ, ലോകത്തിൻ്റെതായ സംഭവങ്ങൾ ഞാൻ നേരത്തെ പോയിന്റിൽ പറയുന്നത് പോലെ ആമേൻ, അത് പാകമായിക്കൊണ്ട് എന്തിനു വേണ്ടി പാകമാകുകയാണ്? കർത്താവിൻ്റെ വരവിന് വേണ്ടി പാകമായിക്കൊണ്ടിരിക്കുകയാണ്. So what the world events are announcing is that it is happening in parts. ആമേൻ. നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും. You will hear about wars. ആമേൻ. നിങ്ങൾ എന്നാൽ ചഞ്ചലപ്പെടാതിരിപ്പാൻ തക്കവണ്ണം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. But the word reminds us that we do not need to be alarmed as yet. എന്നാൽ അത് മാത്രമല്ല, അവിടെ നമ്മൾ വായിച്ചത് പ്രത്യേകിച്ച് 2-ാമത്തെ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്നറിയാം. We read this in the second verse that we read, but there will be terrible times in the last days. അവിടെ പറയപ്പെടുന്നതായ സംഗതികൾ നമുക്ക് ഇന്ന് കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, അതല്ലെങ്കിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്ന കാര്യമാണ്. But what is described here are things that you can see and find today. മനുഷ്യർ സ്വസ്നേഹികളായി മാറുകയാണ്. People become lovers of themselves. മനുഷ്യർ ദ്രവ്യാഗ്രഹികളായിട്ട് മാറുകയാണ്. They become idolaters. മനുഷ്യർ വമ്പ് പറയുന്നവരായിട്ട് മാറുകയാണ്. They become boastful. മനുഷ്യർക്ക് അഹങ്കാരം കൂടി വരികയാണ്. Their pride increases. അതുപോലെ തന്നെ ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരുമായുള്ളതായ ഒരു തലമുറയെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അധികമായി കാണാൻ കഴിയും. We are able to see this in the generation. They are become unholy, they are disobedient and ungrateful. അതുപോലെ മനുഷ്യരെ കുറിച്ച് പറയുന്നത് അവർ വാത്സല്യമില്ലാത്തവരാണ്. We read that they do not have any love. അവർക്ക് അവരെ ഇണങ്ങാത്തവരാണ്, ഏഷ്യണി പറയുന്നവരാണ്. They talk ill about each other. ഇങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ദൈവവചനം വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെതായ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അതാണ് ഈ ലോകത്തിൽ കർത്താവിന്റെ വരവിൻ്റെതായ ലക്ഷണം എന്ന് പറയുന്നത്. In the 5th verse we read, and is a symbol of his coming, that they have a form of godliness but deny its power. ഇന്ന് പൽക്കാലം ഞാൻ ഈ വേദഭാഗം നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ടല്ല ഇത് പറയുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവജനം ഒന്ന് ഉണരേണ്ടത് ആവശ്യമാണ്. അടുത്ത നാൾ എന്ത് ആയിരിക്കുമെന്നതിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും നിശ്ചയമില്ല. എന്നാൽ ദൈവത്തിൽ നാം നിശ്ചയമുള്ളവരാണെങ്കിൽ ഇതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ടതുമില്ല. As I reminded you earlier, it is not to frighten you, but it is to awake you, because uncertain times are coming. But if you trust in God, you will find that certainty. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെതായ സന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ മുൻഗണനകളെ കുറിച്ച് ഈ ദിവസങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കണം. We must examine these days our spiritual priorities. നമുക്ക് എന്തിനാണ്, ഏത് വിഷയങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ
പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന നൽകുന്നത്? What are those things that you give priority to? ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് 80-90 കഴിയുമ്പോൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടതായ ജീവിതമാണ്. As I often say, our life on this earth will end when you're about 80s and 90s. എന്നാൽ നാം ലോകത്തിന്റെ പുറകെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ പുറകെ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ തത്വങ്ങൾക്ക് പുറകെ പോയിട്ട് നമ്മുടെ നിത്യത നമ്മൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നമ്മളെക്കാൾ അരിഷ്ടർ മറ്റാരുമില്ല. But if you run behind the world and its hypocrisy, then and there is no one who has a greater loss than us. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കയാൽ നമ്മുടെ മുൻഗണന, നമ്മുടെ പ്രയോറിറ്റിയുടേതായ നമ്മുടെ തിങ്കിങ് ഒന്ന് മാറേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. It is important that we change our thinking and priorities as we know His coming is near. ഈ ദിവസങ്ങളിൽ ദൈവമായി കർത്താവിൻ്റെതായ വരവിനെ നോക്കിക്കൊണ്ട് എന്റെ നിത്യതയെ നശിപ്പിക്കുന്ന, എന്റെ നിത്യതയെ എന്നിൽ നിന്ന് അകറ്റുന്ന ഒന്നും എനിക്ക് വേണ്ട എന്ന് എത്ര പേർക്ക് പറയുവാൻ തക്കവണ്ണം കഴിയും? How many of us can say, I do not want anything in my life that will distance me from my eternity? ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിവോഷണൽ നമ്മൾ കേട്ടതുപോലെ അല്ലെങ്കിൽ നമ്മൾ പാടിയതുപോലെ മൽപ്രിയന് എന്നേശുനായകന് എപ്പോൾ വരുമെന്നുള്ളതായ ആ ചിന്ത എന്നിൽ ഉണ്ടെങ്കിൽ കർത്താവ് വരും. കർത്താവിന്റെ വാക്കിന് മാറ്റം വരികയില്ല. പക്ഷെ ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ കാണുമോ? As we sang, as we meditated, oh Lord, the question should be, Lord, when are you coming? How many of us are thinking about it? Hallelujah. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, യുദ്ധങ്ങളെ കുറിച്ച്, ക്ഷാമങ്ങളെ കുറിച്ച്, അതുപോലെ ധാർമ്മിക അധപ്പതനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അധികമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. We hear about wars, we hear about famine, we hear about the moral decay that is happening. ഇതൊന്നും ഒരു വിധത്തിൽ നമ്മൾ ചിന്തിക്കണം, ഇതൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. We must understand that these are not happening by accident. എല്ലാ ദൈവഹിതത്തിന്, ദൈവവചനത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്ലോക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. These are happening according to what the Bible has described. എന്നാൽ എനിക്ക് പിന്നെ ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, നമ്മൾ കൊട്ടിപ്പാടി ആരാധിച്ചിട്ട് കടന്നു പോകട്ടെ. കർത്താവിന്റെ വരവ് നടക്കുമ്പോൾ ഞാനും നിങ്ങളും തള്ളപ്പെട്ടു പോയാൽ അതിനേക്കാൾ വിഷമകരമായ ഒരു സംഭവം മറ്റൊന്നുമില്ല. There is no greater sadness that if He comes and He does not take us, even if we are been singing and worshiping here. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, the rapture will be sudden and unexpected. ഉൽപ്രാവണം എന്ന് പറയുന്നത് പെട്ടെന്നുള്ളതും അപ്രതീക്ഷിതവുമായിരിക്കും. The second point is the rapture will be sudden and unexpected. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-17 വാക്യം ഒന്ന് വായിക്കാമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. For the Lord Himself will come down from heaven with a loud command, with the voice of archangel, with the trumpet call of God, and the dead in Christ will rise first. After that, who are still alive or left will be caught up together with them in the clouds to meet the Lord in the air, and so we will be with the Lord forever. Therefore, encourage each other with these words. അതിനെക്കുറിച്ച് ആ വേദഭാഗം നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു വേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 36 മുതലുള്ളതായ വേദഭാഗം. Matthew chapter 24 verse 36. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ല ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇനി 39-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങൾ എല്ലാവരും ഒന്ന് അറ്റൻഷൻ ഒന്ന് കൊടുക്കണേ. 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം
അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. വായിച്ചോ. No one knows about the day or hour, not even the angels in heaven, nor the Son, but only the Father. It was in the days of Noah, so it will be at the coming of the Son of Man. And then the 39th verse, and they knew nothing about what would happen until the flood came and took them all away. This is how it will be at the coming of the Son of Man. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നതായ ഒരു കാര്യമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ്. Here is what we read, that Jesus says that no one knows about the time, not even the angels, no one knows the time. അതിന് കൊടുത്തതായ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നോഹയുടെ കാലത്തിലെ പ്രളയമാണ് അതിന് ഉദാഹരണമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. As an illustration of that, he speaks about the flood at the time of Noah. അവിടെ പറയുന്നത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. And so will it be as in the days of Noah, the Son of Man's coming. അപ്പോൾ നമുക്കറിയാം നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്. We know what happened in the times of Noah. നോഹയുടെ സമയത്ത് പിതാവായി ദൈവം അല്ലെങ്കിൽ സർവശക്തനായി ദൈവം ഈ ജനത്തിൻ്റെതായ ദുഷ്ടത കണ്ടിട്ട് അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം തീരുമാനിക്കുകയാണ്. So the Almighty God sees the wickedness in man and decides to destroy them. നീതിമാനായിരിക്കുന്നതായ നോഹയോട് പറയുകയാണ്, നീ ഒരു പെട്ടകമുണ്ടാക്കണം. But Noah was righteous, so he tells him to build an ark. അവൻ പെട്ടകമുണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. Now not only did Noah build the ark, but we read in the New Testament that he spoke about and preached about the ark. അപ്പോൾ അന്നുവരെയും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്തതായ ഒരു പ്രളയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മഴയെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. So Noah is speaking about a rain or a flood that was unheard of till then. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇദ്ദേഹം 120 വർഷക്കാലം പ്രസംഗിച്ചിട്ടും തന്റെ കുടുംബത്തെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ പോലെ നേടാൻ കഴിഞ്ഞില്ല. But we read even though he preached about this for 120 years, no one but his family was saved. ദൈവവചനം ഓർമ്മിപ്പിക്കുന്നത് കർത്താവിന്റെ വരവും അതുപോലെ തന്നെ ആകുമെന്നാണ്. The word of God is reminding us that his son's next coming will be in a similar manner. ആമേൻ, ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നത് ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് 38ാമത്തെ വാക്യം, നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനും കൊടുത്തും പോന്നു. For in the days before the flood they were eating and drinking, marrying and giving in marriage. ആമേൻ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഇതൊന്നും ഹല്ലേലൂയ നോഹയുടെ പ്രസംഗമോ നോഹ ഉണ്ടാക്കുന്നതായ പെട്ടകമോ ഇതൊന്നും അവരെ ഒരു വിധത്തിലും ഹനിച്ചില്ല, അവർക്ക് അവരുടേതായ ശ്രദ്ധ ആകർഷിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. What we understand is the building of the ark could not attract these folks who were busy with their things. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇതല്ല ഇന്നും നടക്കുന്നതായ സംഭവം. Is this not what is happening even today? നാം കർത്താവിൻ്റെതായ വരവിനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ, If we tell anyone about Jesus' second കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ആരെയും ക്ഷണിച്ചാൽ, coming, if we invite anyone to worship him, അവൻ കർത്താവിനെ പിൻപറ്റണമെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ളതായ ആഹ്വാനം കൊടുത്താൽ എത്ര പേരാണ് അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്? if we invite folks to talk about Jesus, how many will listen to it? അവൻ അതേസമയം നമ്മൾ ഓർക്കാം, ഹല്ലേലൂയ, ഒരു പാർട്ടി നമ്മൾ നടത്തുകയാണെങ്കിൽ, ഒരു ഡാൻസ് പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അങ്ങനെ ഒരു പാർട്ടി നടത്തുന്നുവെങ്കിൽ ധാരാളം ആൾക്കാർ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. But at the same time, if you host a dance party, you will find a lot of them interested. അവൻ ഒരു ആരാധനയും ഒരു പാർട്ടിയും ഒരേ സമയത്ത് ഒരു ഹാളിന്റെ രണ്ടറ്റത്ത് ഡിവൈഡ് ചെയ്ത് നടത്തുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് ഏത് ഭാഗത്തായിരിക്കും ആൾക്കാർ കൂടുന്നത്? Imagine this, there is a party happening in one side and worship happening at the other. Where do you think the people will അവൻ go? നിങ്ങൾക്കറിയാം, എനിക്കറിയാം, ഹല്ലേലൂയ, പാർട്ടി നടക്കുന്നിടത്ത് അല്ലെങ്കിൽ ഫുഡ് ഉള്ളിടത്ത് അല്ലെങ്കിൽ ഹല്ലേലൂയ ലോകമയം കൊണ്ട് നടക്കുന്നതായ സ്ഥലത്ത് മാത്രമേ ആൾക്കാർ ഇടിച്ചു കയറുകയുള്ളൂ. But you know what is attractive people are the parties and the food that is being അവൻ served. അതുതന്നെയാണ് നമുക്ക് നോഹയുടെ കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്.
That is what you see in the times of Noah. ഹല്ലേലൂയ, അവര് എന്താണ് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനും കൊടുത്തു പോകുന്നെന്ന് പറഞ്ഞാൽ ആ ആരാധനയുടെ പേരിൽ അവിടെ പ്രയോറിറ്റിക്ക് ഒരു മാറ്റവും വരുത്തിയില്ല. They were eating, they were drinking, they were marrying and marrying, but no priority to worship. ഹല്ലേലൂയ, അവർക്ക് ഒരു സ്കെഡ്യൂൾ ഉണ്ട്. ആ സ്കെഡ്യൂളിന് അനുസരിച്ച് ആരാധന വരുന്നെങ്കിൽ മാത്രമേ വേണമെങ്കിൽ ഒന്ന് ആരാധനയ്ക്ക് സംബന്ധിക്കാം. They had a schedule, and if the worship fitted in, then they would do it. ഹല്ലേലൂയ, അല്ലാതെ സ്കെഡ്യൂൾ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രയോറിറ്റി ആരാധനയ്ക്ക് കൊടുക്കുന്നവർ വളരെ ചുരുക്കമാണ്. There were very few who prioritized worship. നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം, അവിടെ നീക്കിക്കളയുവോളം എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. Till the flood came and wiped out everyone. Underline that part. ജലപ്രളയത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. We read about flood earlier. ജലപ്രളയത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം നോഹയോട് അവൻ പെട്ടകം പണിയുന്നത് ഇവർ കണ്ടതാണ്. They saw Noah building the ark in preparation for ആഹ്വാനം ആവർത്തിച്ച് കേട്ടതാണ്. They listened repeatedly to this. എന്നാൽ അവർക്ക് അതിനെ ശ്രദ്ധ കൊടുക്കുവാൻ തക്കവണ്ണം മനസ്സിലായിരുന്നു. But they had no desire to give heed to it. ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഞാനും നിങ്ങൾ ഇന്ന് പൽക്കാലം ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ കർത്താവേ, ഈ ദിവസങ്ങൾ ഗൗരവം കൊടുക്കേണ്ടതിന്, പ്രയോറിറ്റി കൊടുക്കേണ്ടതിന്, പ്രയോറിറ്റി നൽകുവാൻ കൃപ നൽകണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can pray this morning, God, give me your grace so that I can prioritize what is important? ആമേൻ. അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. വായിക്കുന്നത് ഇങ്ങനെയാണ്, ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കി കളയുവോളം അവരറിഞ്ഞില്ല എന്ന്. What we read there is till the flood came and wiped out everyone, they did not know. അവിടെ പറയുന്ന ഒരു കാര്യം, മനുഷ്യപുത്രന്റെ മരവും ഇങ്ങനെ തന്നെയാകും. Here it reads that the Son of Man's coming will be similar. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമേ, ഞാൻ ഉൾപ്പെടെ പറയട്ടെ, നമ്മൾ ആരും ഇതുപോലെ ഹല്ലേലൂയ ദൈവമായ കർത്താവിന്റെ വരവിനെ അവഗണിച്ചിട്ട് മറന്നിട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാൻ പാടില്ല. May none of us be among those who have deprioritized in preparation for him. ആമേൻ. ഹല്ലേലൂയ, മുന്നറിയിപ്പ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഹല്ലേലൂയ ആമേൻ നമുക്ക് ഒന്ന് ഒരുങ്ങുവാൻ തക്കവണ്ണമാണ്. This forewarning is given to us so that we can be prepared. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെതായ പ്രവൃത്തി നടക്കേണ്ട വിധത്തിൽ സമയത്ത് തന്നെ നടക്കും. But the work of God will happen in this time, in the way it is. അതുകൊണ്ട് ഞാൻ ഇന്ന് പൽക്കാലം ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, നമ്മുടെ എല്ലാ മേഖലയിലും നമുക്കൊരു ജാഗ്രത, ഒരു ജാഗ്രത ഉണ്ടായിരിക്കണം. What I want to remind you is maybe be alert in every sense. ആമേൻ. ഹല്ലേലൂയ. ഏത് ഭാഗത്തും എപ്പോഴും ഏത് സൈഡിൽ എന്തെടുത്താലും, ബിസിനസ് ചെയ്താലും ബിസിനസ് ചെയ്തില്ലേലും, ജോലി ചെയ്താലും ജോലി ചെയ്തില്ലേലും, ഭവനത്തിലായിരിക്കുമ്പോഴും എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ കർത്താവേ, ദിവസങ്ങളിൽ അങ്ങയുടെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഇതെല്ലാം വിട്ടയച്ച് ഞാൻ പോകേണ്ടതാണ്. അതുകൊണ്ട് അതിനാണ് ഞാൻ പ്രയോറിറ്റി നൽകുന്നത് എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? May this thinking rule over us, that at work, in our jobs, at homes, wherever we are, that we are alert and being prepared for his coming. അതുകൊണ്ട് ഞാൻ ഇന്ന് പൽക്കാലം നമ്മൾ ഓർപ്പിക്കേണ്ടതായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ദിവസങ്ങൾ കഴിയും തോറും ഇന്നലത്തെക്കാൾ ഇന്ന് നാം നമ്മുടെ മരണത്തോടോ അല്ല കർത്താവിന്റെ വരവോടോ നാം അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്നലത്തെക്കാൾ കൂടുതലായി അവൻ വളരെ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ആത്മീയ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. Each passing day takes us closer to the death or his coming, and therefore more than yesterday, today and every day forward we must pay attention. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, ഹല്ലേലൂയ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ, not everyone in the church will go. ആമേൻ, ചർച്ചിലുള്ളതായ എല്ലാവരും എടുക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. The third point is not everyone in the church will go. ആമേൻ. ഞാൻ ഇവിടെ പറയപ്പെടുന്നത് നിങ്ങളെ പേടിപ്പിക്കാനായിട്ടല്ല, ഇവിടെ ഉള്ളതായ ചർച്ചിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. And I do not say this to frighten anyone. I don't talk about this church here. പാസ്റ്റർക്ക് ഒരു സ്റ്റേജ് കിട്ടിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയാ പറഞ്ഞു വിടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
Do not think this way. Pastor has a stage and can utter anything. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനം പറയുകയാണ് എല്ലാവരും പോകുകയില്ല എന്ന്. The word says that not everyone will go. ഞാനിവിടെ പറയപ്പെടുന്നത് ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് സിയാറ്റിൽ എന്നുള്ളതായ സഭയല്ല. എൻ്റെ ആഗ്രഹം നേരത്തെ ജോയിച്ചാൻ പറഞ്ഞതുപോലെ എൻ്റെ ഡ്രീം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ ആഗ്രഹം പ്രാർത്ഥന എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഉള്ളതായ ഒരൊറ്റ കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ്. I am not talking about India Christian Assembly of Seattle, but as Joy Chan said, pastor's desire is not one child, not one soul is lost. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നതായ സഭയുണ്ടല്ലോ, യൂണിവേഴ്സൽ ചർച്ച്, ഹല്ലേലൂയ, സഭ എന്ന് പറയുന്നതായ ബോഡി നമ്മൾ എടുക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, ഹല്ലേലൂയ, എല്ലാവരും എടുക്കപ്പെടുകയില്ല. But when we say church, it refers to this universal church, and the word says not everyone will be taken up. ആമേൻ. മാത്യു അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം വായിക്കാമോ ഭാഗം? സ്വർഗരാജ്യ മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. നമുക്ക് ആ വിഷയം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ അവിടെ വായിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നില്ല. We are very familiar with this passage and I don't want to spend time. Let's move forward. അവിടെ നമുക്കറിയാവുന്നതായ കാര്യം 10 കന്യകമാരുടെ കാര്യമാണ്. We read about the 10 virgins. 10 കന്യകമാരിൽ അവരിൽ എത്ര പേരാ പോയത്? Of the 10, how many went? ആമേൻ. 10-ൽ 5 എന്ന് പറയുമ്പോൾ പകുതി ഭാഗം മാത്രമേ പോയുള്ളൂ. And when we say 5 were taken, that means only half were taken. ആമേൻ. ഇനി അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 17-ാം അധ്യായം അതിൻ്റെതായ 34-35 വാക്യങ്ങൾ നമുക്ക് കാണാം. In the book of Luke, chapter 17, verse 34 and 35. ആ രാത്രി 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. ആമേൻ. അപ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന അവിടെയും എത്ര % മാത്രമേ പോകുന്നുള്ളൂ? 50% മാത്രമേ. ഒരാൾ, 2 പേർ കിടക്കയിലായിരിക്കും, 2 പേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, അവരിൽ നിന്ന് ഒരാൾ മാത്രമേ പോകുന്നുള്ളൂ. And here in this passage too, we read 2 are sleeping, 1 is taken up, 2 are milling, 1 is taken up, 50% is taken up. ആമേൻ. ഞാനിന്ന് പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ യൂണിവേഴ്സൽ ബോഡി, നമ്മുടെ യൂണിവേഴ്സൽ ചർച്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്. 10 ബില്യൺ ആൾക്കാരുണ്ടെന്നിരിക്കട്ടെ. If you look at this universal church and imagine there is 10 billion, അവരെല്ലാവരും ആരാധനയ്ക്ക് കടന്നു പോകുന്നവരാണ്. they're all worshippers. അവരെല്ലാവരും സൺഡേയിൽ ചിലപ്പോൾ പോകുന്നവരായിരിക്കാം. They're all സൺഡേ സർവീസിന് പോകുന്നു. they attend the Sunday service. അവർ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരായിരിക്കാം. They give to the Lord. അവർ ദൈവത്തിൻ്റെതായ പേര് പല കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടുന്നവരുമായിരിക്കാം. There may be who do a lot of deeds for the Lord. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 10 ബില്യൺ ആൾക്കാരും എടുക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. But according to the word, this 10 billion will not be taken up. ആമേൻ. അന്ന് പറഞ്ഞ പലരും ചെയ്യുന്നത് പേരിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ മേന്മയ്ക്ക് വേണ്ടി, തങ്ങളുടെ പേര് വലുതാക്കാൻ വേണ്ടി, അതായത് ഹല്ലേലൂയ, വ്യക്തത അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മഹത്വം തനിക്ക് തന്നെ എടുക്കുവാനായിട്ടായിരിക്കും പലരും ചെയ്യുന്നത്. Now many may be doing for their own name, for their own publicity and not for the Lord. അവരെ കർത്താവ് ജെനുവിൻ ചർച്ചിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. But Christ did not consider them as part of the church. എന്നാൽ ഇന്ന് എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് പൽക്കാലം ദൈവവചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആ ന്യൂനപക്ഷത്തിൽ എന്റെയും നിങ്ങളുടെയും പേരുണ്ടായിരിക്കണം എന്നുള്ളതാണ്. Here is my prayer. Here is what the word teaches us. Let us be part of that minority that will be taken up. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ കുറഞ്ഞ ആ കൂട്ടത്തിൽ കർത്താവേ എൻ്റെ പേരൂടെ എഴുതണമേ, എൻ്റെ പേര് മായ്ച്ചു കളയരുത് എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയും? How many of you can pray this morning, God, do not wipe away my name from that book? ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ലോക സംഭവങ്ങളെല്ലാം നമ്മളെ ഹല്ലേലൂയ ഇതറിയിക്കുമ്പോൾ, കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടേതായ കൂട്ടത്തിൽ ഞാൻ നാമമാത്രമായിട്ടല്ല, ഹല്ലേലൂയ, ഏതെങ്കിലും ആരെയും പ്രസാദിപ്പിക്കുവാനായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ നിത്യത ദൈവത്തോടൊപ്പം ചെലവഴിക്കണമെന്ന് എത്ര പേർ തീരുമാനിക്കും? How many of you can decide this morning, I want to be taken up, I want to be in that book, I don't want to do things for
for name's sake. ആമേൻ. അടുത്തതായിട്ട് എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത് live ready, not just get ready. ഹല്ലേലൂയ. തയ്യാറാകുക മാത്രമല്ല ജീവിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. The next point is to live ready, not just get ready. ആമേൻ. ഹല്ലേലൂയ. get ready എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ആ യാത്രയ്ക്ക് പോകുവാൻ തക്കവണ്ണം നമ്മൾ ആമേൻ get ready ആകും. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ ആമേൻ പെട്ടെന്ന് വേഷം മാറും. ആമേൻ നമ്മുടേതായ കാര്യങ്ങളൊക്കെയും ഷൂസ് ഹല്ലേലൂയ ബെൽറ്റ് ഹല്ലേലൂയ കണ്ണാടിയും ഒക്കെ എടുത്തു വെച്ച് നമ്മൾ get ready ആകും. So imagine you are going on a travel. When you say get ready, that means clothing right, changing your attire, all that you need to be prepared for the travel. ആമേൻ. അത് ഒരു പ്രാവശ്യം നടക്കുന്നതായ ഒരു കാര്യമാണ്. But that is a one-time activity. ഇവിടെ പറയപ്പെടുന്നത് get ready എന്ന് പറയപ്പെടുന്നതായ one time കാര്യമല്ല. ഹല്ലേലൂയ. ഇവിടെ പറയപ്പെടുന്നതായ സംഗതി live ready ആണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വരവിന് ആമേൻ നോക്കി പാർത്തുകൊണ്ട് നമ്മുടെ ജീവിതം ഹല്ലേലൂയ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അർദ്ധരാത്രിക്കും ഏത് സമയത്തും കർത്താവ് വരികയാണെങ്കിൽ അവനോടുകൂടെ കടന്നു പോകുവാൻ ഹല്ലേലൂയ live ready ആയിരിക്കാൻ തക്കവണ്ണമാണ് ഞാൻ എനിക്ക് പറയുവാനുള്ളത്. But here what it says is not to do a one-time activity, but expect Jesus to come in the midnight, morning, afternoon, so that you are always ever ready. അവർ 1 യോഹന്നാന്റേതായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, നോക്കിക്കേ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ ഒരു പ്രാവശ്യം നിർമ്മലമാക്കുക എന്നുള്ളതാണോ? ഒരു ദിവസം നിർമ്മലമാക്കുക എന്നുള്ളതാണോ? ഹല്ലേലൂയ. അവൻ ഒരു ദിവസം നിർമ്മലമാക്കുക എന്നുള്ളതല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദിനവും ഓരോ ദിവസവും നിർമ്മലീകരിക്കുന്ന ഒരവസ്ഥ. Dear friends, now we are children of God, and what we will be has not yet been made known, but we know that when he appears, we shall be like him, for we shall see him as he is. Everyone who has this hope in him purifies himself just as he is pure. ആമേൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് പൽക്കാലം ഓർമ്മിപ്പിക്കുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, അവൻ ചർച്ചിൽ പോകുന്നതോ അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ ഒരു കാര്യമല്ല. ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവുമായിട്ടുള്ളതായ ഹല്ലേലൂയ ഒരു അടുത്ത ബന്ധം, ആത്മാവിൽ അവനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിച്ച് പൂർണ്ണ മനസ്സോട് ദൈവത്തെ സ്നേഹിച്ച് അവനെ പിൻപറ്റുന്ന, അവന്റെ കർത്താവിന്റെ പാദങ്ങളെ പിൻപറ്റുന്ന ഒരവസ്ഥ എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാകില്ല. What I want to remind you this morning is that we must maintain an intimacy with him, to love him and to follow him, and if you do that, we will not be among those rejected. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമേ, നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ ആമേൻ, എടുക്കപ്പെടുന്നവരുടെ കൂട്ടം 50 ആണെങ്കിൽ ഹല്ലേലൂയ പകുതിയാണെങ്കിൽ ആ പകുതിയിൽ ഞാനും കൂടെ ചെല്ലുവാൻ എന്നെയും കൂടെ എൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തണമേ എന്ന് ആമേൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. May we have the sincere prayer this morning. Lord, let me be part of the group that is taken up. Let my name be written on that book. ആമേൻ. ഈ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ മടുപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ സാത്താൻ പലപ്പോഴും കൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചേക്കും. Many times the evil one will bring us situations that will tire us. അവൻ പലപ്പോഴും എന്റെയും നിങ്ങളുടെയും യുക്തി തന്നെ സാത്താൻ വന്ന് അത് പല കാര്യങ്ങളും എന്ന് പറയും. He will come and influence our intellect. അവൻ പറയും ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും പണ്ട് ആരാണ്ടൊക്കെ എഴുതി വെച്ചതാണ്, ഇതിലൊന്നും അർത്ഥമില്ലെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല വിധത്തിലും എന്നെയും നിങ്ങളെയും നമ്മുടെ
നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ നോക്കുന്ന ഒരു രാജ്യത്തിലും ഒരു കാലയളവിലുമാണ് നമ്മളായിരിക്കുന്നത്. We live in a time and in a kingdom where the evil one is telling us all this is written, it is in vain. ആമേൻ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവിൻ്റെതായ വരവ് നടക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് മാനസാന്തരപ്പെടാൻ സമയം കിട്ടുകയില്ല. But when his coming is at hand, there is no time to be saved. അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നത് പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ ഹല്ലേലൂയ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പോൾ നമുക്ക് പ്രസംഗം കേട്ടിട്ട് മാനസാന്തരപ്പെടാം, അപ്പോൾ ഞാൻ നോക്കിക്കൊള്ളാം എന്നൊരു അവസരം നമുക്കില്ല. We do not have to put a time to put it behind us, because when he comes in the twinkling of an eye, we will be transformed. There is no time to be saved at the time. ഈ ആഴ്ച ഈ വചനം എന്നോട് ഹല്ലേലൂയ നിങ്ങളോട് സംസാരിക്കണമെന്നുള്ളതായ ഹല്ലേലൂയ പ്രത്യേക പ്രേരണ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വേദഭാഗം നിങ്ങളോട് സംസാരിക്കുന്നത്. I am talking to you because the Spirit has inspired me to talk to this church. ദൈവമേ, നമ്മൾ ഹല്ലേലൂയ കൂട്ടം കൂടി പ്രാർത്ഥിച്ചു പോയിട്ട് ഹല്ലേലൂയ നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കുന്നതായ നിലയിൽ ഹല്ലേലൂയ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും നിലയിൽ നമ്മുടെ കാര്യങ്ങളെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പൽക്കാലം അതിന് ഹല്ലേലൂയ ഒരു പോംവഴി കണ്ടിട്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോകുവാൻ. If we have anything to organize in your life, then find a solution before you leave today. ആരോടെങ്കിലും വിരോധം വെച്ച് പുലർത്തുന്നുവെങ്കിൽ, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, ആരോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒന്നിച്ച് കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത് വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ അടുക്കലേക്ക് പോകുവാൻ പറ്റുകയില്ല. If you have any hatred, any dislike, you cannot continue with it. You cannot go to Jesus with that attitude. ദൈവജനമേ, ഹല്ലേലൂയ ഈ ലോകത്തിൽ നമ്മൾ വെച്ച് പുലർത്തുന്നതായ സംഗതികൾ ഹല്ലേലൂയ എന്റെ നിത്യതയെ നശിപ്പിക്കുമെങ്കിൽ ഞാൻ എന്തിനത് വെച്ച് വയ്ക്കണം? If anything that is going to destroy our eternity, why should we hold on to it? ഹല്ലേലൂയ നിത്യതയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഹല്ലേലൂയ വെറും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ഹല്ലേലൂയ നമ്മുടെ ലോക ജീവിതം എന്ന് പറയുന്നത്. Our life on this earth, when compared to eternity, is like a fraction of a second. ആമേൻ. നാം നിത്യതയിൽ നമ്മുടെ കർത്താവിനോടൊപ്പം നമ്മുടെ ജീവിതം ചെലവഴിക്കാൻ പോകുന്നവരാണ്. We are getting ready to spend an eternity with him. ഇന്ന് പൽക്കാലം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ ഞാനിവിടെ അടുത്തൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമയം എടുക്കുന്നില്ല. Even though I have one more point, I'm not going there. ദൈവമേ, ഹല്ലേലൂയ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് നിങ്ങളോട് സംസാരിപ്പാനുള്ളത് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. I believe the Spirit of God is talking to you this morning. ദൈവമേ, നമ്മുടെ പ്രയോറിറ്റി ഒന്ന് മാറട്ടെ. Let our priorities change. ഹല്ലേലൂയ നമുക്ക് കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. Let us live for our Lord. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Let us prepare for the eternity. ഹല്ലേലൂയ കർത്താവിന്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഭയത്തോട് ഹല്ലേലൂയ വിറയലോട് ദൈവഭക്തിയോട് പ്രാർത്ഥനയോട് ഈ ലോകത്തിലായിരിക്കാം. We will live with fear and trembling and prayer and hope. ആമേൻ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാഹളം വാനിൽ കേൾക്കാറായി തന്റെ കാന്തയെ ചേർത്തിടുവാൻ, കർത്തൃകാഹളം വാനിൽ കേൾക്കാറായി തന്റെ കാന്തയെ ചേർത്തിടുവാൻ ഒരുങ്ങി നിൽക്കാം തിരുസഭയെ മണവാളൻ എഴുന്നള്ളാറായി ഒരുങ്ങി നിൽക്കാം തിരുസഭയെ മണവാളൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ് എല്ലാവർക്കും എഴുന്നേറ്റ് നല്ല ഒരുമിച്ച് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. Praise the Lord.